തനി ഞരമ്പ് രോഗിയായ ശ്രീലംബടനായിരുന്ന പ്രണയം കിണയം എന്നൊക്കെ പറഞ്ഞ തെറ്റായ ചരിത്രം നമ്മളെ പഠിപ്പിച്ചു തന്നുകൊണ്ടിരിക്കുന്ന ഷാജഹാൻ എന്ന് പറയുന്ന ഒന്നാം നമ്പർ ക്രൂരനായ സൈക്കോ ആയ മുഗൾ ചക്രവർത്തിയെക്കുറിച്ചും താജ്മഹലിനെക്കുറിച്ചുമാണ് പറയാനുള്ളത്. അത് പറയുമ്പം ഏകദേശം 1.5 വർഷം മുമ്പ് ഞാൻ ഈ വിഷയത്തിൽ മറ്റൊരു ചാനലിൽ ഞാനൊരു സ്റ്റോറി ചെയ്തിരുന്നു. പക്ഷേ സ്മാർട്ട് പിക്സിൻ്റെ പുതിയ പ്രേക്ഷകർക്ക് അത് ഒരിക്കൽ കൂടി അവരുടെ അറിവിലേക്ക് പങ്കുവെക്കുകയാണ്. നമ്മൾ ചരിത്രത്തിൽ പഠിച്ചൊന്നുമല്ല താജ്മഹൽ. പ്രണയത്തിൻ്റെ മാതൃക, പ്രണയത്തിൻ്റെ പ്രതീകം എന്നൊക്കെ പറയുമ്പം എന്ത് പ്രണയം? മുംതാസ് മരിച്ച് 1 കൊല്ലം കഴിയുന്നതിന് മുമ്പ് ഇപ്പം അടുത്ത പെണ്ണ് കിട്ടിയെന്നേ. ഈ പ്രണയത്തിൻ്റെ ഓർമ്മ എന്നൊക്കെ പറയുമ്പം ഷാജഹാൻ സ്വന്തം പാപ്പാനെയും സ്വന്തം ജ്യേഷ്ഠനെയും ഒക്കെ കൊല്ലുകയും സഹോദരൻ്റെ ഭാര്യയെ തട്ടിയെടുക്കുകയും സ്വന്തമാക്കുകയും സ്വന്തം പിതാവിനെ ജയിലാക്കുകയും ചെയ്താ. അവസാനം ഷാജഹാൻ്റെ മോനും ഇതേപോലെ തന്നെ. ഷാജഹാൻ്റെ 4 മക്കളിൽ 3 മക്കളെയും ഇളയ മകൻ കൊന്നു വന്നിട്ട് ഷാജഹാനെയും പിടിച്ച് ജയിലിലാക്കി. ജയിലിൽ കിടന്ന തടവിൽ കിടന്നിട്ടാണ് മരിച്ചത്. ഈ വലിയ സിംഹാസനമൊക്കെ ഉണ്ടായിരുന്നു, അതിലൊന്നും ഇരിക്കാനുള്ള ഈ ഭാഗ്യം അദ്ദേഹത്തിന് വയസ്സുകാലത്ത് ഉണ്ടായിട്ടില്ല. താജ്മഹൽ വിട്ടുനിന്ന് ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ, ദൂരെ നിന്ന് കിളിവാതിൽ കൂടി. അവിടെ വയസ്സുകാലത്ത് പോകാൻ പറ്റിയിട്ടില്ല. ഒക്കെ അതിലേക്ക് വിശദമായിട്ട് വരാം. വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇവരെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ചരിത്രം പഠിപ്പിച്ചു തരുന്നത്. ഇടതുപക്ഷ ബുദ്ധിജീവികളാണല്ലോ ഇന്ത്യയുടെ ചരിത്രമൊക്കെ എഴുതിയിട്ടുള്ളത്. അത്യാവശ്യം അവന്മാർക്ക് തോന്നുന്ന പോലെ എഴുതി ഗ്ലോറിഫൈ ചെയ്യുക, പ്രീണനം അതിൻ്റെ ഭാഗമായിട്ട്. താജ്മഹൽ ആഡംബരത്തിൻ്റെയും ധൂർത്തിൻ്റെയും പ്രതീകമാണ് എന്ന് പറഞ്ഞത് ഞാനല്ല, രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. കാലത്തിൻ്റെ കവിളിൽ വീണ ഒരു കണ്ണുനീർത്തുള്ളിയായിരുന്നു താജ്മഹൽ എന്ന് പറഞ്ഞത്. നമ്മുടെ ദേശീയ ഗാനം എഴുതിയ, ആദ്യമായി ഇന്ത്യയിലേക്ക് നോബൽ സമ്മാനം എത്തിച്ച, സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം അതിന് ശേഷം കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ആർക്കും, എത്തിച്ച രവീന്ദ്രനാഥ ടാഗോറാണ് പറഞ്ഞത് കാലത്തിൻ്റെ കവിളിൽ വീണ ഒരു കണ്ണുനീർത്തുള്ളിയായിരുന്നു താജ്മഹൽ എന്ന് പറഞ്ഞത്. താജ്മഹലിനെ കുറിച്ച് പറയുമ്പോൾ അത് പറയാൻ ഈ വിഷയം രണ്ടാമത് പൊങ്ങി വന്നത് ഏകദേശം 1.5 വർഷം മുമ്പ് രജപുത്രരായ ചില ആളുകൾ കോടതിയെ സമീപിച്ചു. ഞങ്ങളുടെ സ്ഥലത്താണ് താജ്മഹൽ പണിതതെന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട്. എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള ഇന്ത്യക്കകത്ത് അന്നത്തെ സ്റ്റാറ്റസ് കോ എന്താണോ അതാണ് നിലനിർത്തേണ്ടത്, പഴയ സ്ഥലങ്ങളൊന്നും തേടി പോകേണ്ടതില്ല എന്ന് ഗ്യാൻവാബി വിഷയങ്ങളൊക്കെ കത്തിയുന്ന സമയത്താണ് അങ്ങനെ കോടതി നിരീക്ഷിച്ചു. അത് തന്നെയാണ് വേണ്ടതും. ചരിത്രം തേടിപ്പോയാൽ നമ്മളെവിടെ എത്തൂല, വീണ്ടും കലാപങ്ങളുണ്ടാവും. അപ്പോൾ അതിലൊന്നും വലിയ കാര്യമില്ല. ഷാജഹാൻ്റെ ശവശരീരം കബറടക്കിയിരിക്കുന്നത് താജ്മഹലിലാണ്. ഷാജഹാൻ്റെ ഭാര്യയായിരുന്ന മുംതാസ് മഹൽ മരിച്ചപ്പോൾ ആദ്യം അവരെ കബറടക്കിയത് തപ്തി നദിക്കരയിലാണ്. പക്ഷേ എന്നാൽ പിന്നീട് ഷാജഹാൻ താജ്മഹലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഷാജഹാന് തോന്നൽ ഈ എല്ലും പല്ലുമൊക്കെ മാന്തിയെടുത്ത് കിട്ടാവുന്ന അവശിഷ്ടങ്ങളൊക്കെ പിന്നെയും മാന്തിയെടുത്ത് പെറുക്കിയെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നൊരു കുഴി കുഴിച്ച് ഇവിടെ താജ്മഹലിനകത്ത് അവിടെ തന്നെ കൊണ്ടുവന്ന് അത് കുഴിച്ചിട്ടു. ഇസ്ലാമിക വിരുദ്ധമാണ്. ഇസ്ലാമിൽ അങ്ങനെ പരിപാടിയില്ല. ഒരിടത്ത് കബറടക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ എടുത്തിട്ട് മാന്തി പിടിച്ചെടുത്തിട്ട് പിന്നെ 10-5 കൊല്ലം കഴിയുമ്പോൾ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്ന പരിപാടിയേ ഇല്ല. ഇയാൾ സൈക്കോ ആണെന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് ഒരു ലോകമഹാത്ഭുതമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വാസ്തുശില്പ രംഗത്ത് അങ്ങനെ നിർമ്മിതി ആ അർത്ഥത്തിൽ ലോകമഹാത്ഭുതം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയുടെ ഒരു അസറ്റ് തന്നെയാണ്. അങ്ങനെ ഇത് മാത്രമല്ല, വേറെ ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹം അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെങ്കോട്ട നിർമ്മിച്ചത്, അതായത് ഈ മുഗൾ ശില്പവിദ്യയുടെ ഒരു സുവർണ്ണ കാലഘട്ടമായിരുന്നു ഷാജഹാൻ്റെ കാലഘട്ടം എന്ന് പറയുന്നുണ്ട്. യാഥാർത്ഥ്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. ചെങ്കോട്ട ഇപ്പോൾ നമ്മളെ സ്വാതന്ത്ര്യ ദിനത്തിലും ബാക്കിയുള്ളതിനൊക്കെ പതാക ഉയർത്തുന്ന ചെങ്കോട്ട ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രി പതാക ഉയർത്തുന്ന ചെങ്കോട്ട ഉൾപ്പെടെയുള്ളത് അദ്ദേഹത്തിൻ്റെ കാലത്തെ നിർമ്മിതിയാണ്. അതേപോലെ തന്നെ ഓൾഡ് ദില്ലിയിൽ ഷാജഹാനാബാദ് എന്നുള്ള ഒരു നഗരം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചിരുന്നു, ഒരു പട്ടണം തന്നെ സൃഷ്ടിച്ചിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊക്കെ അംഗീകരിക്കുന്നു. ഇത് പേർഷ്യൻ, ഒട്ടോമൻ, ഇന്ത്യൻ, ഇസ്ലാമിക് വാസ്തുശില്പകലയുടെ ഒരു സമന്വയമാണ്. അതെല്ലാം കൂടി ചേർന്നതാണ് ഈ മുഗൾ വാസ്തുശില്പ വിദ്യ എന്ന് പറയുന്നത്. അവരെ ആർക്കിടെക്റ്റ് അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു സംവിധാനങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് അങ്ങനെ പറയാനും വിളിക്കാനും യോഗ്യതയുണ്ട്. കാരണം ഈ ലോകമഹാത്ഭുതങ്ങളിലൊന്നായിട്ട് പറയാനുള്ള യോഗ്യതയുണ്ട്. കാരണം അതിന് പറ്റിയ നിർമ്മിതി തന്നെയാണ്, അതിലും സംശയമില്ല. 1983 യുനെസ്കോ ഇതിനെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി താജ്മഹലിനെ. പക്ഷേ താജ്മഹൽ 22 വർഷം കൊണ്ടാണ് നിർമ്മിച്ചെടുത്തത്. 22 വർഷം, നീണ്ട 22 വർഷം മര്യാദയ്ക്ക് കൂലി പോലും കിട്ടാതെ, ഭക്ഷണം പോലും കിട്ടാതെ സാധാരണക്കാരായ ഇന്ത്യക്കാരായ മനുഷ്യരെ കൊണ്ട് അടിമപ്പണി എടുപ്പിച്ചുണ്ടാക്കിയതാണ് താജ്മഹൽ. 10,000-കണക്കിന് മനുഷ്യരുടെ ജീവനും വേർപ്പും വീണ് കുതിർന്ന ഒരു മണ്ണാണ്, ഒരു നിർമ്മിതിയാണ് താജ്മഹൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഉസ്താദ് അഹമ്മദ് ലഹോറി എന്ന് പറയുന്ന ഒരാളായിരുന്നു ഇതിൻ്റെ മേസ്ത്രി. ഇപ്പോൾ നമ്മൾ എഞ്ചിനീയർ എന്ന് പറയുന്നത് പണ്ട് മേസ്ത്രി എന്നാണല്ലോ പറയുക. ഇപ്പോഴത്തെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ പണ്ട് വൈദ്യനാണ്. ഓക്കെ. ഉസ്താദ് അഹമ്മദ് ലഹോറി അദ്ദേഹം
ഒരു പേർഷ്യൻ വംശജനായിരുന്നു. അദ്ദേഹമാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം നൽകിയത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത് പോലെ മുഗൾ ചക്രവർത്തിമാർ അങ്ങനെയായിരുന്നു, ആനയായിരുന്നു, ചേനയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കുന്തമില്ലാന്നേ. ഇവന്മാരെ വിശദീകരിച്ചും വെള്ളയടിച്ചിട്ടുമുള്ള ചരിത്ര പുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യം അതല്ല. 30 വർഷക്കാലം, നീണ്ട 30 വർഷക്കാലം ഇയാൾക്ക് കല്യാണം കഴിക്കൽ തന്നെയായിരുന്നു പ്രധാനപ്പെട്ട പണി ഇയാളെ സംബന്ധിച്ചിടത്തോളം. മുഗൾ ചക്രവർത്തിമാരുടെ മൊത്തം ചരിത്രം എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറച്ചൊരു മാന്യതയുള്ള, കുറച്ചെങ്കിലും മനുഷ്യത്തുള്ള ആൾ അക്ബർ ചക്രവർത്തി മാത്രമായിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ദിൻ ഇലാഹി എന്ന സ്വന്തമായിട്ടുള്ള മതം പോലും രൂപീകരിച്ചിരുന്നത്. ആത്മീയതയിലൊക്കെ പുതിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ചുകൂടി സ്വാത്വികനായ മനുഷ്യനായിരുന്നു. ഇത് ഇയാളുടെ വാപ്പ അക്ബർ, ഷാജഹാൻ്റെ. പക്ഷേ ഷാജഹാൻ്റെ വാപ്പയല്ല, ഷാജഹാൻ്റെ വെല്ലുപ്പ. ഷാജഹാൻ്റെ വാപ്പ ജഹാംഗീറാണ്. ഷാജഹാൻ്റെ മകൻ ഔറംഗസീബും ക്രൂരനായിരുന്നു, ജഹാംഗീറും ക്രൂരനായിരുന്നു. ഇവരെല്ലാം തോന്നിയാസം കാണിച്ച് അവസാന കാലത്ത് അനുഭവിച്ചാണ് പോയിട്ടുള്ളത്. ഇവരെല്ലാം ഇവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ബാപ്പായ്ക്കെതിരെ യുദ്ധം ചെയ്യുക, ബാപ്പയും മകനും കൂടെ പരസ്പരം യുദ്ധം ചെയ്യുക, ബാപ്പാനെ പിടിച്ച് വയസ്സുകാലത്ത് കൽത്തുറുങ്കിൽ അടയ്ക്കുക, സ്വന്തം മിക്കാനെ കൊന്നുകളയുക, സ്വന്തം അനുജനെ കൊന്നുകളയുക, എന്നിട്ട് സഹോദരങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ആക്കി വെപ്പാട്ടിയാക്കി വെക്കുക. ഇങ്ങനെയുള്ള ചരിത്രമാണ് മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഉള്ളത്. ഇതൊന്നും ആരും പറയില്ല, വെറുതെ പറയണമല്ല. നിങ്ങൾ ഒന്ന് അതിലൊരു ഗവേഷണം നടത്തിയാൽ മതി, നിങ്ങൾക്ക് അറിയാൻ പറ്റും. 1628 തൊട്ട് 58 വരെയുള്ള നീണ്ട 30 വർഷക്കാലം ഇദ്ദേഹം മുഗൾ ചക്രവർത്തിയായിരുന്നു. ഷാബുദ്ദീൻ മുഹമ്മദ് ഷാജഹാൻ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ബാബറിനും ഹുമയൂണിനും അക്ബറിനും ജഹാംഗീറിനും ശേഷം 5ാമത്തെ മുഗൾ ഭരണാധികാരിയായിരുന്നു ഷാജഹാൻ. അദ്ദേഹത്തിന് ഈ ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്രപ്രകാരം ഔദ്യോഗികമായി അദ്ദേഹം, അങ്ങനെ തന്നെ പറയണം, ഔദ്യോഗികമായി ഒഫീഷ്യലായിട്ട് അദ്ദേഹം 9 കല്യാണം കഴിച്ചിട്ടുണ്ട്. അല്ലാതെ ഉള്ള കേസുകൾ എത്രയൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. അതായത് കിളിച്ചുണ്ട മാമ്പഴ സിനിമയിൽ കാണുന്ന മാതിരി ഒരു അന്തപുരം തന്നെ ഉണ്ടാക്കിയിട്ടിരിക്കുക. എന്നിട്ട് ഒരു ദിവസം രാവിലെ എണീറ്റ ഒരുത്തിനൊപ്പം ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഒന്ന് മയങ്ങാന്നൊക്കെ കരുതുമ്പോൾ ആ സമയത്ത് അടുത്ത ആളൊപ്പം ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ക്ഷമിക്കണം. വൈകുന്നേരം ആകുമ്പം 3ാമത്തെ ആളൊപ്പം. എന്നിട്ട് ഉറക്കത്തിനിടയിൽ അങ്ങനെ ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അതിപ്പോൾ വൈകുന്നേരം ഒരു വട്ടം കഴിഞ്ഞാണല്ലോ, എന്നാൽ ഇനിയിപ്പോൾ അപ്പം പിന്നെ രാത്രി പാതിരാത്രിയിൽ അടുത്ത ആളെ തേടി പോകും, 4ാമത്തെ ആൾ. ഇതാണ് പരിപാടി. ഭക്ഷണം കഴിക്കുക, മദ്യപിക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു. ഷാജഹാൻ്റെ പിതാവ് ജഹാംഗീർ ഉൾപ്പെടെയുള്ള ജഹാംഗീറും അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും, അതായത് അക്ബർ ചക്രവർത്തിയുടെ മക്കളെല്ലാം ആൽക്കഹോളിക്കായിരുന്നു. മദ്യം ഇസ്ലാമിന് നിഷിദ്ധമാണെന്നാണ് പറയണേ, ആലോചിച്ച് നോക്കണം നിങ്ങൾ. അവരെല്ലാം അങ്ങനെ ഇദ്ദേഹം 1609 15ാമത്തെ വയസ്സിൽ അക്ബറാബാദി മഹലിനെ കല്യാണം കഴിക്കുന്നു. 1609 15ാമത്തെ വയസ്സിൽ. 1612 18ാമത്തെ വയസ്സിലാണ് ഈ അർജുനാബാദ് ബീഗത്തെ കല്യാണം കഴിക്കുന്നത്. അർജുനാബാദ് ബീഗമാണ് മുംതാസ് മഹൽ എന്ന് അറിയപ്പെടുന്നത്. യഥാർത്ഥ പേര് അർജുനാബാദ് ബീഗം എന്നായിരുന്നു. എന്നാൽ ഈ അക്ബറാബാദി മഹലിനെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് ഇദ്ദേഹത്തിന് ഈ മുംതാസ് മഹലുമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് നടത്തിയിരുന്നു. പക്ഷേ ആ കല്യാണം ഒന്നും നടന്നില്ല പല കാരണങ്ങൾ കൊണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അവരെ തന്നെ കല്യാണം കഴിക്കുന്നു 18ാമത്തെ വയസ്സിൽ. 1617 5 വർഷം കൂടെ കഴിഞ്ഞ് 1617 ഹസീന ബീഗത്തെ കല്യാണം കഴിക്കുന്നു. പിന്നീട് മുക്തി ബീഗത്തെ കല്യാണം കഴിക്കുന്നു, ഗാസിയ ബീഗത്തെ കല്യാണം കഴിക്കുന്നു, ഫത്തേപൂരി മഹലിനെ കല്യാണം കഴിക്കുന്നു, സർഗിന്ദി ബീഗത്തെ കല്യാണം കഴിക്കുന്നു, ലീലാവതി വജിയെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ 30 കൊല്ലം ഇത് തന്നെയായിരുന്നു. കാണുന്നവരെല്ലാം കെട്ടുക, കെട്ടലോട് കെട്ടൽ, ഇത് തന്നെയായിരുന്നു. കെട്ടലോട് കെട്ടൽ, കല്യാണം കഴിക്കൽ തന്നെയായിരുന്നു പരിപാടി, കലാപരിപാടി, വേറെ പരിപാടിയൊന്നുമില്ല. ഈ മുഗൾ വാസ്തുവിൻ്റെ വാസ്തുശില്പവിദ്യയുടെ സുവർണ്ണ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ചുങ്കം, പ്രത്യേകിച്ചും ഹൈന്ദവ വിശ്വാസികളുടെയൊക്കെ അടുത്ത് നിന്ന് വല്ലാതെ ചുങ്കം പിടിക്കുക, സിഖുകാരടുത്ത് അനധികൃതമായിട്ട് എന്താ പറയുക, അവരെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ കപ്പം പിരിക്കുക, ടാക്സേ, നമ്മളിപ്പോൾ ടാക്സ് എന്ന് പറയുന്ന സാധനം, ഇതൊക്കെ പിരിച്ച് പിന്നെ ഹിന്ദു ക്ഷേത്രങ്ങളും സിഖ് ഗുരുദ്വാരകളും എല്ലാം കൊള്ളയടിക്കുക, അവരിലെ സമ്പന്നരായ ആളുകളെ കൊള്ളയടിക്കുക, അവരെ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോവുക. ലോകം കണ്ട ഏറ്റവും വലിയ സിഖ് കൂട്ടക്കൊല നടന്നത്, വംശഹത്യ നടന്നത് ഷാജഹാൻ ഭരണാധികാരിയായിരിക്കുന്ന സമയത്താണ്. സിഖുകാരെ കൊന്നൊടുക്കുകയായിരുന്നു. ആയിരക്കണക്കിന് സിഖുകാരാണ് കൊല ചെയ്യപ്പെട്ടത്. അതിനുശേഷം പിന്നെ നടന്ന ഏറ്റവും വലിയ സിഖ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തത് ഇന്ദിരാഗാന്ധി ഭരണപ്പെട്ടപ്പോൾ കോൺഗ്രസ്സാണ്. രാജീവ് ഗാന്ധിയുടെ മൗനാനുവാദത്തോടെ HKL ഭഗത്തിനെ പോലെയുള്ള മുൻ കേന്ദ്രമന്ത്രി, രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും വിശ്വസ്തരായിരുന്ന HKL ഭഗത്തിനെ പോലെയുള്ള ക്രൂരന്മാരായ നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ് പാവപ്പെട്ട സിഖുകാരെ, ആയിരക്കണക്കിന് സിഖുകാരെ ജീവനോടെ ചുട്ടരിച്ചു വന്നത്. അതിനേക്കാളും വലിയ അളവിൽ ആളുകൾ കൊള്ള ചെയ്യപ്പെട്ടതാണ് ഷാജഹാൻ്റെ കാലത്ത്.
അപ്പം ഇങ്ങനെ ഈ കൊള്ളയടിക്കുക ഈ പൈസയൊക്കെ ഉണ്ട്. ഈ സ്വർണ്ണ ശേഖരങ്ങളെല്ലാം പിടിച്ചെടുക്കുന്നു, ഇവരെ മുതലെല്ലാം പിന്നെ അത് കൊള്ളയടിക്കുന്നു. പിന്നെ ഇപ്പം എന്തുണ്ടാക്കിക്കൂടെ? അടിമപ്പണി എടുപ്പിക്കുന്ന ആൾക്കാരെ കൊണ്ട് കൂലി ഇതൊന്നും കൊടുക്കാതെ പട്ടിയെ പോലെ പണിയെടുപ്പിക്കുക. അതും ഹിന്ദു സമുദായത്തിലും അതേപോലെ തന്നെ സിഖ് സമുദായത്തിലും പെട്ടവർ കൈകനാക്കിയ കൊതുക് ഇതിലെ വന്ന് പിന്നെ ഉള്ള ആളുകളെ കൊണ്ടാണ് ഈ അടിമപ്പണി എടുപ്പിച്ചത്. അപ്പോൾ ഈ സാധനങ്ങൾ മെറ്റീരിയൽസിന് പരമാവധി കിട്ടുന്നുണ്ട്. ഇങ്ങനെല്ലാം ഉണ്ട്. അപ്പോൾ എന്തും ചെയ്യാതെ ഇപ്പോൾ നമ്മളെ ക്ലിഫ് ഹൗസിൽ കണ്ടില്ലേ, പശുത്തൊഴുത്ത്, 1-ാം നിലയ്ക്ക് പോകാൻ ലിഫ്റ്റ്. 1-ാം നിലയ്ക്ക് ലിഫ്റ്റ് നമ്മൾ ആദ്യം കേൾക്കുക. നമ്മളെ പൈസ 25 ലക്ഷം, പശുത്തൊഴുത്തിന് പിന്നെ മതിലിട്ടാനും 40 ലക്ഷം, നീന്തൽക്കുളം നവീകരണത്തിന് ലക്ഷങ്ങൾ. ഇത് നാട്ടുകാരുടെ പൈസയാ, പാവപ്പെട്ട ജനങ്ങളെ പൈസ എടുത്തിട്ടാണ് ഷാജഹാൻ ഇതൊക്കെ ചെയ്തത്. പിന്നെന്ത് മുഗൾ വാസ്തുശില്പകലയുടെ സുവർണ്ണ കാലഘട്ടമാക്കാൻ പറ്റൂലേ? നമുക്കാണെങ്കിലും പറ്റുമല്ലോ. ജഹാംഗീറിൻ്റെ മകനാണെന്ന് പറഞ്ഞത്. ജഹാംഗീറിനും മന്മതിക്കും, അദ്ദേഹത്തിന് മന്മതിയിലുണ്ടായ തന്തയുടെ പേരാണ് ജഹാംഗീർ. തന്തയും ഇവനെ പോലെ തന്നെയായിരുന്നു. കാരണം ജയിലിൽ മുഴുവൻ ഈ കോടിത്തരമുള്ള ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. എത്ര ഭാര്യ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസിയ, മുംതാസ് എന്ന് പറഞ്ഞ് വിരലിങ്ങനെ എണ്ണി നോക്കണം, എല്ലാവരെയും പേര് ഓർമ്മ കിട്ടൂല, അത്രയും ഉണ്ടെന്നേ. ഇത് തന്നെ അന്നത്തെ കാലത്തൊക്കെ ഇവർ പലരും അസുഖം വന്നൊക്കെ അങ്ങനെ മരിച്ച ആൾക്കാരെ എന്ത് അസുഖമാണെന്ന് രോഗനിർണയം നടത്താൻ സംവിധാനമില്ല. സത്യം പറഞ്ഞാൽ ഇന്നത്തെ സംവിധാനങ്ങൾ അന്നുണ്ടെങ്കിൽ ഇവന്മാരെല്ലാം HIV പോസിറ്റീവായിട്ട് എയ്ഡ്സ് വച്ചിട്ട് മരിക്കാൻ തന്നെയാണ് സാധ്യത. നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അന്നുള്ള സംവിധാനമില്ല, അതുകൊണ്ടാണ്. അന്ന് സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ ഇവന്മാരെയൊക്കെ മരണത്തിൻ്റെ പിന്നെ കാരണം നമുക്കറിയായിരുന്നു. അങ്ങനെ ജഹാംഗീറിനും മന്മതിക്കും കൂടി ഉണ്ടായ ഷാജഹാൻ്റെ ബാല്യം കടുപ്പമേറിയതായിരുന്നു. ഒരു പക്ഷേ സൈക്കോ ആയിട്ട് മാറിയത് ചെറുപ്പത്തിലുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളാവും. ജനിച്ച 6-ാമത്തെ ദിവസം മാതാവിൽ നിന്ന് വേർപെട്ടു പോകേണ്ടി വന്നു. ജീവിച്ചു മുലപ്പാൽ പോലും കുടിക്കാൻ പറ്റിയിട്ടില്ല. മാതാവിൽ നിന്ന് അകന്നു കഴിയേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. 6-ാമത്തെ ദിവസം, അതായത് അമ്മയുടെ വാത്സല്യം കിട്ടാതെ, പിതാവിൻ്റെ വാത്സല്യവും മര്യാദയ്ക്ക് കിട്ടാതെ വളർന്ന ഒരു കുഞ്ഞായിരുന്നു ഷാജഹാൻ. അങ്ങനെ ഷാജഹാൻ ആ സമയത്ത് അക്ബർ ചക്രവർത്തി, ഷാജഹാൻ്റെ വെല്ലുപ്പ, ജഹാംഗീറിൻ്റെ ബാപ്പ അക്ബർ ചക്രവർത്തി പിന്നെ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് മക്കളില്ലാത്തൊരു ഭാര്യ ഉണ്ടായിരുന്നു. ഒരുപാട് ഭാര്യ പോലെ ഉണ്ടായാലും ഒരു ഭാര്യയ്ക്ക് മക്കളില്ലാത്ത, പക്ഷേ താരതമ്യേന മെച്ചപ്പെട്ട ഒരാളായിരുന്നു അക്ബർ. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. മുഗൾ ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽ കൊള്ളാവുന്ന കുറച്ചെങ്കിലും മനുഷ്യത്തിലുള്ള ആൾ അക്ബർ മാത്രമായിരുന്നു. മക്കളില്ലാത്ത റുക്കിയ സുൽത്താൻ ബീഗം എന്ന് പറയുന്ന ആ ഭാര്യയോട് ഈ കുഞ്ഞിൻ്റെ സംരക്ഷണ ചുമതല ഏൽപ്പിച്ചു. ഒരു രാജകുമാരനെ പോലെ തന്നെയാണ് അദ്ദേഹം വളർന്നത്. കാരണം പിതാമഹൻ്റെ ആ രീതിയിലുള്ള കെയറിങ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. അങ്ങനെ രാജകുമാരനെ പോലെ തന്നെ വളർന്നു. ആയോധന കലകൾ അഭ്യസിക്കുന്നു, സംഗീതം പരിശീലിക്കുന്നു, അങ്ങനെയുള്ള എല്ലാ രീതിയിലും വളർന്നു. അങ്ങനെ അക്ബറിന് അദ്ദേഹത്തിനോട് പ്രത്യേക, ഈ പേരക്കുട്ടിയോട് ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു. കാരണം അക്ബറിൻ്റെ മക്കളെല്ലാം ആൽക്കോളിക്കായിരുന്നു, എല്ലാം സൈക്കോളായിരുന്നു, എല്ലാം പരസ്പരമൊക്കെ പോരടിച്ചുകൊണ്ടിരുന്നവരാണ്, തമ്മിൽ തല്ലായിരുന്നു പരിപാടി. അക്ബർ ഈ സത്യം പറഞ്ഞാൽ ഹൃദയം പൊട്ടി മരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മക്കളെല്ലാം, അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നെങ്കിലും മക്കളെല്ലാം പിന്നെ എല്ലാവരും മദ്യത്തിന് അടിമകളായിരുന്നു. അതേപോലെ തന്നെ മുഴുവൻ സ്ത്രീലംബന്മാരായിരുന്നു. ഈ കൂത്താടി നടക്കുന്നൊരു ടീമായിട്ട് മാറിയിരുന്നു. അത് ഇസ്ലാമിക നിയമത്തിന് പോലും വിരുദ്ധമായ രീതിയിലാണ് ഇവർ ഈ ചെയ്തുകൊണ്ടിരുന്നത്. ഇവരെ കൊലപാതകം, പരസ്പര സഹോദരങ്ങളെ കൊല്ലുക, പിതാവിനെ പിടിച്ച് ജയിലിലടക്കുക, ഇതൊക്കെ തന്നെയായിരുന്നു ഇവരുടെ പരിപാടികൾ. അപ്പോൾ ഈ കള്ളും പെണ്ണും ഒക്കെ ആയിട്ട് നടക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ടായിരുന്നു. തൻ്റെ മക്കളിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ പേരക്കുട്ടി ആയ ഷാജഹാനിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം കൂടുതൽ വാത്സല്യത്തോടു കൂടി അദ്ദേഹത്തെ വളർത്തി. പക്ഷേ ഈ ഷാജഹാൻ പിന്നീട് ഭരണാധികാരിയാകുമ്പോൾ ഉണ്ടാകുന്ന സ്ഥിതി എന്ന് വെച്ചാൽ പിൻസീറ്റ് ഭരണമായിരുന്നു. മുംതാസ് മഹൽ ഷാജഹാൻ്റെ പിന്നെ ഭരണകാലഘട്ടത്തിൽ ഭരണകാര്യങ്ങൾ എല്ലാം നിയന്ത്രിച്ചിരുന്നത്, കുടുംബത്തിലെ ബന്ധങ്ങളുടെ എങ്ങനെയൊക്കെ പോകണമെന്ന് നിയന്ത്രിച്ചിരുന്നത്. അതായത് പിന്നെ മുംതാസ് മഹലിൻ്റെ പാവാട ചരടിൽ കെട്ടിയ ഒരു കോമാളിയായിട്ടാണ് ഷാജഹാൻ പലപ്പോഴും വന്നിട്ടുള്ളത്. ഇവർ പറഞ്ഞു കൊടുക്കുന്ന തലയണ മന്ത്രം കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു റബ്ബർ സ്റ്റാമ്പായിരുന്നു ഷാജഹാൻ. സ്വന്തമായിട്ടല്ല തീരുമാനങ്ങൾ എടുത്തിരുന്നത്. അങ്ങനെ വന്ന് ഇദ്ദേഹത്തിന് പിന്നെ 14 മക്കളുണ്ടായിരുന്നു. 14 മക്കളുണ്ടായിരുന്നപ്പം അതിൽ 7 പേര് മരണപ്പെട്ടു പോയി. പിന്നെ ഇദ്ദേഹം 7 പേര് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ചികിത്സാ സംവിധാനമൊന്നും ഇല്ലല്ലോ. ഇപ്പോഴും നമ്മൾ ഈ അറബി മരുന്ന് എന്ന് പറഞ്ഞ മരുന്ന് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളിപ്പോഴും അസുഖം വന്നു കഴിഞ്ഞാൽ സംസം വെള്ളമാണോ കുടിക്കുക? സംസം വെള്ളം കുടിച്ചാൽ പനി പോലും മാറില്ല. നമ്മളെന്താ ചെയ്യുക? അതൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിന് നിന്ദിക്കുന്നില്ല. ഞാൻ സംസം വെള്ളം കുടിച്ചിട്ടുണ്ട്. എന്നെ ഒരിക്കൽ ഒരു പട്ടി കടിച്ചപ്പോൾ എൻ്റെ അടുത്ത വീട്ടിൽ പിന്നെ ഒരു വല്യമ്മ വന്നിട്ട് അത് 3 മുറുക്ക് കുടിച്ചാൽ മതി മോനെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആ പിന്നെ വിശ്വാസത്തെ മാനിച്ചിട്ടുമുണ്ട്. അമൃതാനന്ദമയുടെ അടുത്ത് പോയിട്ട് മാറുന്നു വിശ്വസിക്കുന്ന ആൾക്കാരെയോ, ഏർവാടി പോയിട്ട് പിന്നെ അവിടെ പോയാൽ മാറുന്നുള്ളവരെയോ
ഏതെങ്കിലും ദർഗകളിൽ പോയിട്ട് അസുഖം മാറുമെന്ന് വിശ്വസിക്കുന്നവരെയോ ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് വിശ്വസിക്കുന്നവരെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. മനുഷ്യൻ്റെ പിന്നെ എല്ലാ പ്രതീക്ഷകളും പിന്നെ തെറ്റിപ്പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആൾക്കാർ പോകും. ഓക്കെ, ഈ നമ്മളിപ്പോഴും ആലോചിച്ച് നോക്കും, നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് എന്നാണ് പറയണേ. അതിന് യൂറോപ്യൻസിൻ്റെ സാധനം അത് ശരിക്കും അവരാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്, ഈ അലോപ്പതി എന്ന് പറയുന്ന സംഭവം. ഓക്കെ, അത് സാന്ദർഭികമായിട്ട് പറഞ്ഞേ ഉള്ളൂ. മുംതാസ് ഷാജഹാനുമായി വിവാഹം കഴിക്കുമ്പം ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ആ കണ്ടീഷൻ, ആ വാക്ക് അദ്ദേഹം കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. മുംതാസിനോട് അദ്ദേഹം പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. കാരണം മുംതാസിൻ്റെ പിന്നെ ഒരു എന്താ പറയുക, ബ്രെയിൻ വാഷിങ്ങിൽ വീണുപോയ, മുംതാസിനോട് വല്ലാത്ത അഡിക്ഷൻ ഉണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ദൗർബല്യമായിരുന്നു മുംതാസ്. മുംതാസ് പറഞ്ഞു, നിങ്ങൾ എത്ര വേണമെങ്കിലും കല്യാണം കഴിച്ചു, ആരെയൊക്കെ കൂടെ വേണമെങ്കിലും സെക്സിൽ ഏർപ്പെട്ടുള്ളൂ, പക്ഷേ മക്കൾ എന്നിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മറ്റു ഭാര്യമാരിൽ, മറ്റു വെപ്പാട്ടിമാരിൽ ഒന്നും അദ്ദേഹത്തിന് ഭാര്യമാരുണ്ടായിരുന്നില്ല. പക്ഷേ ഈ മുംതാസ് മരിച്ച് ഒരു വർഷം തികയുന്നതിന് മുമ്പ് അടുത്ത കല്യാണം കഴിച്ചു. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതിനാണ് പ്രണയത്തിൻ്റെ മഹാമാതൃക എന്നൊക്കെ പറയണേ. എന്നും നിന്റെ മൊയ്തീൻ എന്ന സിനിമയിൽ കാഞ്ചനമാലയുടെയും മൊയ്തീൻ്റെയും കഥ നമ്മൾ കണ്ടതാ. ആ ഓർമ്മകളിൽ ജീവിക്കുന്നത് അങ്ങനെയുള്ള മനുഷ്യർ ഒരുപാടുണ്ട്. അങ്ങനെ എല്ലാവരും ജീവിക്കണം എന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഒരു പങ്കാളി ചിലപ്പോൾ ചില സമയത്ത് ഒരു തണൽ വേണമെന്ന് തോന്നുമ്പോഴാവാം. പക്ഷേ ഒരു കൊല്ലം പോലും, അത് കുറച്ച് പ്രായമായിട്ടാണ്, ഒരു കൊല്ലം ഇത്രയും ഭാര്യമാരുണ്ടെന്നാ. വേറെ ബാക്കിയുള്ള ഭാര്യമാരുണ്ടല്ലോ, വേറെ കുറേ ഭാര്യമാരുണ്ടല്ലോ. ഈ ഔദ്യോഗികമായിട്ടുള്ള 9 ഭാര്യമാരിൽ ബാക്കി 8 ജീവിച്ചിരിപ്പുണ്ടല്ലോ. അവരെല്ലാം സംതൃപ്തി കണ്ടെത്തിയാൽ പോരെ. അപ്പോഴും ഇവന് പുതിയ പൂവിൻ്റെ പൂന്തന്നൽ തേടി, അതിൻ്റെ സുഗന്ധം തേടി പോകുന്ന, അതിൻ്റെ തേൻ കുടിക്കാൻ വേണ്ടി പോകുന്ന ഒരു രതിവൈകൃത ഉള്ള മാനസിക അവസ്ഥയുള്ള ഒരാളായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ പിന്നെ അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഈ ജഹാംഗീർ ആണെങ്കിലും ഇങ്ങനെ തന്നെയായിരുന്നു. ജഹാംഗീറിൻ്റെ ഭാര്യ നൂർജഹാൻ്റെ, അതായത് മന്മതിയിലാണ് ഷാജഹാൻ ഉണ്ടാവുന്നത്. പക്ഷേ മന്മതി അല്ലാതെ നൂർജഹാൻ എന്ന് പറയുന്ന ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യയുടെ നിയന്ത്രണത്തിലായിരുന്നു ജഹാംഗീർ നിന്നിരുന്നത്. ജഹാംഗീർ നൂർജഹാനെ സ്വന്തമാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ രസം. ജഹാംഗീർ നൂർജഹാൻ്റെ ഭർത്താവിനെ കൊന്നിട്ടാണ് നൂർജഹാനെ സ്വന്തമാക്കുന്നത്. ഭർത്താവിനെ കൊന്നിട്ട് സ്വന്തമാക്കി. അപ്പം ഈ നൂർജഹാൻ്റെ, അതായത് ജഹാംഗീറിൻ്റെ ഷാജഹാൻ്റെ രണ്ടാനമ്മയായിട്ട് വരും നൂർജഹാൻ. അപ്പം അവരുള്ള മോനല്ലല്ലോ. അങ്ങനെ ഈ നൂർജഹാൻ്റെ സഹോദരൻ അസദ് ഖാൻ്റെ മകളാണ് ഈ അർജുനാബാദ് ബീഗം എന്ന് പറയുന്ന മുംതാസ് മകൾ. നൂർജഹാൻ്റെ സഹോദരപുത്രിയാണ്, ആങ്ങളുടെ പിന്നെ മകളാണ്. അങ്ങനെയാണ് ഈ കല്യാണം നടത്തുന്നതൊക്കെ വരുന്നത്. ആദ്യം നടത്താൻ വേണ്ടി നോക്കി, അന്ന് നടന്നില്ല. പിന്നീട് എൻഗേജ്മെൻ്റ് അടുത്ത്, പിന്നെ ഫസ്റ്റ് വിവാഹം കഴിഞ്ഞിട്ടാണ് പിന്നീട് രണ്ടാമത്തെ ഇവരെ വിവാഹം കഴിക്കുന്നത്. 1912 18ാമത്തെ വയസ്സിൽ. ആദ്യത്തെ വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിയുമ്പം. മാത്രമല്ല ജഹാംഗീറിൻ്റെ അടുത്ത മകൻ, പിന്നെ ഷാജഹാന് ശേഷമുള്ള മകൻ, ഷാജഹാൻ്റെ അനിയനെ കൊണ്ട് മുംതാസ് മകളുടെ അനിയത്തിയെ കല്യാണം കഴിപ്പിക്കാനും നൂർജഹാൻ ശ്രമം നടത്തി. അതായത് അടുത്ത തലമുറയെ കൂടി ലോക്ക് ചെയ്ത് ഇവരുടെ പിന്നെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നൂർജഹാൻ്റെ താല്പര്യം. പക്ഷേ അത് നൂർജഹാൻ അവസാനം ജയിലിൽ കിടക്കേണ്ടി വന്നു, വേറെ കാര്യം. അങ്ങനെ അത് നടന്നില്ല. മാത്രമല്ല നൂർജഹാൻ്റെ ക്ലാസ് കേട്ട് ജഹാംഗീർ ഇങ്ങനെ പോയിട്ട് അവസാനം ഷാജഹാനും ബാപ്പയും തമ്മിൽ യുദ്ധം ഉണ്ടായി. തന്തയും മോനും തമ്മിൽ യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് കിട്ടും അധികാരത്തിന് വേണ്ടിയിട്ട്. തന്തയും മകനും തമ്മിൽ നേരിട്ട് യുദ്ധം. ആലോചിച്ച് നോക്കുക നിങ്ങൾ എവിടെ എത്തിയെന്നുള്ളത്. തന്തയും മകനും തമ്മിൽ യുദ്ധം ഉണ്ടായി. ഇതാണ് മുഗൾ രാജവംശത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞത്. 1627 ഇദ്ദേഹത്തിന് പിന്നെ ഇദ്ദേഹം മരണപ്പെടുമ്പോൾ ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആലോചിക്കുക. തടവിലാണ് മരണപ്പെടുന്നത്. ആര്? ഷാജഹാനല്ല, ഷാജഹാൻ്റെ പാപ്പ ജഹാംഗീർ മരണപ്പെട്ടപ്പോഴാണ് ഷാജഹാൻ ഭരണാധികാരിയാവുന്നത്. ഷാജഹാൻ്റെ തടവിൽ കടന്നിട്ടാണ് ഈ സ്വന്തം പിതാവ് ജഹാംഗീർ മരണപ്പെടുന്നത്. സ്വാതന്ത്ര്യമില്ലാതെയാണ് ജീവിച്ചത്. അവസാന കാലത്ത് വലിയ ചക്രവർത്തിയായിരുന്നു കൊണ്ട് കാര്യമില്ല. 1627 തടവിൽ കടന്നിട്ട്. ഇവരുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊറിയയിലെ കിമ്മിനെ കുറിച്ച് പറയാറില്ലേ? കൊറിയയിലെ ഒരു സൈക്കോ, അവൻ്റെ മോളുടെ പേര് നാട്ടിലുള്ള വേറെ ആർക്കും ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് 10 അത് ഇറക്കി കഴിഞ്ഞാൽ അവരെ കൊല്ലുക. സ്വന്തം അമ്മ അവനെ പട്ടികൾക്ക് ഇട്ട് കൊടുത്തു തിന്നാൻ, ജീവനോടെ ആക്രമിച്ച പിന്നെ ശരീരഭാഗങ്ങൾ കടിച്ചു മുറിച്ച് കൊന്നു. നല്ല പരിശീലനം കിട്ടിയ ട്രെയിൻഡ് ആയിട്ടുള്ള പട്ടികളുടെ കൂട്ടത്തിനിടയിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെയാണ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ടാകുന്നത്. ആ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് VS കൊടുക്കണം എന്നാണ് CPM യുവ സഖാക്കൾ സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചയിൽ ആവശ്യപ്പെട്ടത്. മനസ്സിലാക്കണം നിങ്ങൾ. അവൻ്റെ പിന്നെ പൊളിറ്റിക്കൽ കില്ലിംഗ് ആണ് ഉദ്ദേശിച്ചത്. ഏത് രാഹുൽ മാങ്കുട്ടത്തിൽ പറഞ്ഞ പോലെ ബയോളജിക്കൽ തന്ത പൊളിറ്റിക്കൽ തന്ത എന്നൊക്കെ പറഞ്ഞ പോലെ, പത്മജ വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ കില്ലിംഗ് ആണ് ഉദ്ദേശിച്ചത്. അല്ലാതെ പിന്നെ ആളുടെ കഴുത്തിറക്കുക അല്ലെങ്കിൽ പട്ടിക്കിട്ട് കൊടുക്കുക എന്നല്ല ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിക്കാം എന്നുള്ളതേ ഉള്ളൂ. എന്തായിരുന്നാലും ഈ
തൻ്റെ രണ്ടാനമ്മയായ ഭർത്താവിൻ്റെ പിതാവിൻ്റെ പിന്നെ ഭാര്യ തന്നെയായിരുന്ന രണ്ടാനമ്മയായ സ്വന്തം ഭാര്യയുടെ അമ്മായിയായ ഭാര്യാപിതാവിൻ്റെ സഹോദരിയാണ് മുംതാസിൻ്റെ. അങ്ങനെ മുംതാസിൻ്റെ അമ്മായിയും ബാപ്പയുടെ രണ്ടാം ഭാര്യയുമായിരുന്ന ഈ നൂർജഹാനെയും അവസാനം ഇയാൾ ജയിലിലിട്ടു, തടവിലാക്കി. ആ സമയത്ത് ആണ് സിഖ് വംശത്തേക്ക് കിടക്കുന്നത്. ഈ ഷാജഹാന് 4 മക്കളായിരുന്നു. ഷാജഹാന് 4 മക്കളുള്ളതിൽ ഷൂജ, മുറാദ്, അതേപോലെ മൂന്നാമൻ, ഇവരെ ഈ 3 പേരെയും 3 മക്കളെയും മുതിർന്ന 3 മക്കളെയും ഇളയ മകനായ ഔറംഗസേബ് കൊന്നുകളഞ്ഞു. ആലോചിച്ച് നോക്കൂ, ഇവൻ ചെയ്തതിൻ്റെ ക്രൂരതയൊക്കെ ഇവൻ കാണേണ്ടി വന്നു. അവൻ ജീവിച്ചിരിക്കെ, ഷാജഹാൻ ജീവിച്ചിരിക്കെ 3 മക്കളുടെ പിന്നെ ഒരു മകനാൽ മറ്റു 3 മക്കളും കൊല്ലപ്പെടുന്നതിന് സാക്ഷിയാവേണ്ടി വന്നു തടവിലിരുന്ന്. അതെല്ലാം വിവരങ്ങൾ അറിയുന്നുണ്ടല്ലോ. അങ്ങനെ അതാണ് അടുത്തൊരു ചരിത്രം. ആ അവസാന ഘട്ടത്തിൽ ഇയാൾ കിടന്നതും ആഗ്ര കോട്ടയിൽ. മറ്റേയാളും ജയിലില്ല. ഇയാൾ പിന്നെ ബാപ്പ ജഹാംഗീറിനെ ജയിലിലാക്കി പിന്നെ തടവിൽ കടന്ന് മരിച്ചതുപോലെ ആഗ്ര കോട്ടയെ കൊണ്ടുപോയിട്ട് ഇയാളെ ഒരു സെല്ലിൽ അടച്ചു, ഷാജഹാനെ, മകൻ ഔറംഗസീബ്. അങ്ങനെ ആ സെല്ലിലെ കിളിവാതിലൂടെ മാത്രം താജ്മഹൽ കണ്ടിട്ടുള്ളൂ. പിന്നെ അവിടെ പോയി ആസ്വദിക്കാനൊന്നും പറ്റിയിട്ടില്ല. ചത്തു കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ടുപോയി കുടിച്ചിട്ടു എന്നേ ഉള്ളൂ. കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടും. സ്വന്തം പാപ്പയോട് ഇയാൾ എന്താണോ ചെയ്തത് അതേ അനുഭവം സ്വന്തം മകളിൽ നിന്ന് ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു, അനുഭവിക്കേണ്ടി വന്നു. അതേപോലെ തന്നെ താജ്മഹലിനകത്തൊരു മയൂര സിംഹാസനം ഉണ്ടായിരുന്നു. ആ സിംഹാസനത്ത് അത് പൂർണ്ണമായും സ്വർണ്ണത്തിൽ നിർമ്മിച്ചതാണ്. അതിൽ രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. 1909 അതിൻ്റെ വാല്യൂ കണക്കാക്കിയത് $80 കോടി US. 80 കോടി US ഡോളർ അന്നത്തെ കാലത്ത്. അതായത് 3500 കോടി ഇന്ത്യൻ രൂപ അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ അതിൻ്റെ മാർക്കറ്റ് വില എന്തായിരിക്കും? അപ്പം ഈ രാജ്യത്തിൻ്റെ സമ്പത്തെല്ലാം സ്വന്തം ആഡംബരത്തിന് വേണ്ടിയിട്ട് ഇട്ടത്തി ജനങ്ങളെ നെക്കിപ്പിഴിഞ്ഞ് ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. എന്നിട്ടാണ് മഹാന്മാരായ ഭരണാധികാരികൾ, മഹാനായ ഷാജഹാൻ ചക്രവർത്തി എന്നൊക്കെ പറയുന്നത്. കോപ്പാണ്. എല്ലാം ഇവന്മാരെല്ലാം സൈക്കോളാണ്. ബാപ്പാനെ കൊല്ലുക, ബാപ്പാനെ ജയിലിലടയ്ക്കുക, ഇക്കമാരെ കൊല്ലുക, അഞ്ചന്മാരെ കൊല്ലുക, സഹോദരൻ്റെ ഭാര്യയെ സഹോദരനെ കൊന്നിട്ട് സഹോദരൻ്റെ ഭാര്യയെ വെപ്പാട്ടിയായിട്ട് വെക്കുക. അതുകൊണ്ട് ബാബർ തൊട്ട് ബാബറും ഹുമയൂണും ജഹാംഗീറും പിന്നെ തൊട്ട് ഷാജഹാനും ഔറംഗസീബും ഒക്കെ ഉൾപ്പെടെയുള്ള മുഴുവൻ മുഗൾ ചക്രവർത്തിമാരുടെയും ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അതിൽ അക്ബർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം ക്രൂരന്മാരായിരുന്നു, എല്ലാം അക്രമകാരികളായിരുന്നു. എല്ലാം ഇവിടുത്തെ ഹിന്ദുക്കളെയും സിഖുകാരെയും എല്ലാം കൊള്ളയടിച്ച്, അവരുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിച്ച്, അവരുടെ സ്വത്തുക്കൾ തട്ടിയെടുത്ത് അങ്ങനെ ജീവിച്ച സുഖലോലുപന്മാരായിരുന്നു. അവരുടെ ഭാര്യമാരെ തട്ടിയെടുത്ത് മതം മാറ്റിച്ച് അങ്ങനെ ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ലേ. 16-ാം നൂറ്റാണ്ട് തൊട്ട് തുടങ്ങിയതാണ്, 15-ാം നൂറ്റാണ്ട് തൊട്ട് തുടങ്ങിയതാണ് ഇവരുടെ ഈ പരിപാടികളൊക്കെ. കാരണം 5ാമത്തെ തലമുറയിൽപ്പെട്ടവനാണല്ലോ ഷാജഹാൻ. അതാലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പം ഇവന്മാർ വൃത്തികെട്ടവന്മാരാ ഇവർ ചെയ്തിട്ടുള്ള പരിപാടികളല്ലാതാ. എന്നിട്ട് ഇതിന് ഈ കണ്ണിൽ ചോരയില്ലാത്ത ഇവന്മാരുണ്ടാക്കിയിട്ടുള്ള ഈ കോപ്പിലെ സാധനത്തെ കാണാനൊക്കെ ഭംഗിയുണ്ട്. അതിലൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ടൂറിസ്റ്റുകൾ കാണാൻ വരുന്നതൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ പ്രണയത്തിൻ്റെ പ്രതീകം എന്നൊന്നും പറഞ്ഞ് വിശേഷിപ്പിക്കുന്നതിനോടും വിശദീകരിക്കുന്നതിനോടും വിയോജിപ്പുണ്ട്. അങ്ങനെ കുട്ടികളെ വളർത്തിക്കഴിഞ്ഞാൽ ഈ ചരിത്രബോധമില്ലാതെ തെറ്റായി പറഞ്ഞു കൊടുക്കുന്ന ചരിത്രം അല്ല കുട്ടികൾ പഠിക്കേണ്ടത്. യഥാർത്ഥ ചരിത്രമാണ് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. അതെത്ര സത്യത്തിൻ്റെ മുഖം വികൃതമാണെങ്കിലും വികൃതമായിട്ട് തന്നെ അവതരിപ്പിക്കണം. എന്തിനാണ് ഈ കണ്ട ഈ ഞരമ്പ് രോഗികളെയും ഈ ക്രൂരന്മാരെയും ഒക്കെ വിശദീകരിച്ച് മഹത്വവൽക്കരിച്ച് അവതരിപ്പിക്കുന്നത്? അതുകൊണ്ട് ഞാൻ പറയുന്നു, അത് പ്രണയത്തിൻ്റെ പ്രതീകമല്ല. കണ്ണിൽ ചോരയില്ലാത്ത, മനസാക്ഷിയില്ലാത്ത ക്രൂരതയുടെ, അടിമപ്പണിയുടെ, അതിൻ്റെ പ്രതീകമായിട്ടാണ് താജ്മഹലിനെ നമ്മൾ കാണേണ്ടത്. ആ അർത്ഥത്തിലും അത് നമ്മുടെ ചരിത്ര നിർമ്മിതി തന്നെയാണ്. പക്ഷേ അതിനെ മഹത്വവൽക്കരിച്ച് അവതരിപ്പിക്കുന്നതിനോടുള്ള എല്ലാ വിയോജിപ്പും അറിയിക്കുന്നു. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ.